x/y = 5:1, x ഗുണം y = 320 ആയാൽ x, y എത്ര? നമുക്കിവിടെ x/y = 5:1 തന്നിട്ടുണ്ട്. ഇവിടെ രണ്ട് അംശബന്ധങ്ങൾ തുല്യമാണെന്നാണ് തന്നിരിക്കുന്നത്. രണ്ട് അംശബന്ധങ്ങൾ തുല്യമാണെങ്കിൽ അതിലെ ആദ്യത്തെ സംഖ്യയുടെ അവസാനത്തെ സംഖ്യയുടെയും ഗുണനഫലവും നടുക്കുള്ള രണ്ട് സംഖ്യകളുടെയും ഗുണനഫലം തുല്യമായിരിക്കും. അതായത് x ഗുണം 1 സമം y ഗുണം 5 ആയിരിക്കും. x ഗുണം 1 നമുക്ക് x എന്ന് എഴുതിയാൽ മതി. x സമം y ഗുണം 5 5y എന്ന് എഴുതാം. അപ്പോൾ x സമം 5y ആയിരിക്കും. ഇനി രണ്ടാമത്തെ ബന്ധം തന്നിരിക്കുന്നത് x ഗുണം y = 320 ആണ്. ഇവിടെ ഈ എക്സിന് പകരം ഇവിടെ x സമം 5y നമുക്ക് കിട്ടിയിരുന്നല്ലോ. ഈ എക്സിന് പകരം 5y എന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇത് 5y ഗുണം y സമം 320 എന്ന് വരും. ഓർക്കുക, y ഗുണം y നമ്മൾ y² എന്നാണ് എഴുതുന്നത്. അപ്പോൾ 5y² സമം 320 എന്ന് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇവിടുന്ന് y² വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. y² കണ്ടുപിടിക്കാൻ 320നെ 5 കൊണ്ട് ഹരിക്കുക. 320/5. 300-ൽ 60 തവണ 5 ഉണ്ട്. 20-ൽ 4. അപ്പോൾ 320/5 എന്ന് പറയുന്നത് 64. y² 64 ആണെങ്കിൽ y എത്ര വരും? 64ൻ്റെ സ്ക്വയർ റൂട്ട്. 64ൻ്റെ സ്ക്വയർ റൂട്ട് നമുക്കറിയാം 8 ആണ്. അപ്പോൾ y-യുടെ വാല്യൂ 8 എന്ന് കിട്ടി. ഇനി x സമം 5y ആണല്ലോ. അപ്പോൾ y-ക്ക് 8 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ x-ൻ്റെ വാല്യൂ 5 ഗുണം 8 എന്ന് കിട്ടും. അതായത് 40. അപ്പോൾ x-ൻ്റെ വാല്യൂ 40-ഉം y-യുടെ വാല്യൂ 8-ഉം ആണ്. 40, 8 എന്നുള്ളതാണ് ഉത്തരം. ശരി ഉത്തരം ഓപ്ഷൻ സി. ഒരു ജോലി തീർക്കാൻ എയ്ക്ക് 2 ദിവസം, ബിക്ക് 3 ദിവസം, സിക്ക് 6 ദിവസം എന്നിങ്ങനെ വേണം. അതേ ജോലി അവർ 3 പേരും കൂടി ഒരുമിച്ച് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരും? ഇവിടെ ഒരു ജോലി എ 2 ദിവസം കൊണ്ടും ബി 3 ദിവസം കൊണ്ടും സി 6 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. അപ്പോൾ ഇവർ 3 പേരും കൂടി ഒരുമിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീരുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്കൊരു സൂത്രവാക്യമുണ്ട്. അതായത് എ x ദിവസങ്ങൾ കൊണ്ടും ബി y ദിവസങ്ങൾ കൊണ്ടും സി z ദിവസങ്ങൾ കൊണ്ടും ഈ ജോലി ചെയ്തു തീർക്കുമെങ്കിൽ ഇവർ 3 പേരും കൂടി ഒരുമിച്ച് ചെയ്തു കഴിഞ്ഞാൽ ആ ജോലി ചെയ്തു തീരാൻ വേണ്ട ദിവസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് xyz/xy + yz + zx ദിവസങ്ങളായിരിക്കും. ഓർക്കുക, എ x ദിവസങ്ങൾ കൊണ്ടും ബി y ദിവസങ്ങൾ കൊണ്ടും സി z ദിവസങ്ങൾ കൊണ്ടും ആ ജോലി ചെയ്തു തീർക്കുമെങ്കിൽ ഇവർ 3 പേരും കൂടി ഒരുമിച്ച് ചെയ്തു കഴിഞ്ഞാൽ ജോലി ചെയ്തു തീർക്കാൻ xyz/xy + yz + zx ദിവസങ്ങൾ വേണം. അപ്പോൾ ഇവിടെ എയ്ക്ക് 2 ദിവസം വേണം ജോലി ചെയ്ത് തീർക്കാൻ. അതുകൊണ്ട് നമുക്ക് എക്സിന് പകരം 2 എന്ന് കൊടുക്കാം. ഇനി ബിക്ക് 3 ദിവസം വേണം. അതുകൊണ്ട് വൈക്ക് 3 എന്നും കൊടുക്കാം. സിക്ക് 6 ദിവസം വേണം ജോലി തീർക്കാൻ. അതുകൊണ്ട് ഇസഡിന് 6 എന്നും കൊടുക്കാം. അപ്പോൾ ഈ വാല്യൂസ് ഈ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുക. xyz എന്നുള്ളതിൻ്റെ അർത്ഥം x ഗുണം y ഗുണം z എന്നാണ്. അപ്പോൾ 2 ഗുണം 3 ഗുണം 6 ബൈ xy എന്ന് പറഞ്ഞാൽ x ഗുണം y, അതായത് 2 ഗുണം 3 പ്ലസ് yz, അതായത് y ഗുണം z 3 ഗുണം 6 പ്ലസ് zx, അതായത് z ഗുണം x 6 ഗുണം 2. ഇപ്പോൾ 2 ഗുണം 3 6, 6 ഗുണം 6 36 ബൈ നോക്കുക 2 ഗുണം 3 6 അധികം 3 ഗുണം 6 18 അധികം 6 ഗുണം 2 12. ഇപ്പോൾ 18ഉം 12ഉം കൂടെ കൂട്ടിയാൽ 18 20 10 30 വരും. 30 6 36. അപ്പോൾ ഇത് ഛേദം 36 വരും, അംശവും 36 വരും. അപ്പോൾ 36-ൽ 36 അഥവാ 1. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇവർ 3 പേരും കൂടി ഈ ജോലി ചെയ്തു തീർക്കും. ശരി ഉത്തരം ഓപ്ഷൻ ബി. ക്ലോക്കിൻ്റെ പ്രതിബിംബം നോക്കി ഒരു കുട്ടി സമയം 9:10 ആണെന്ന് പറഞ്ഞു. എങ്കിൽ ക്ലോക്കിൻ്റെ യഥാർത്ഥ സമയം എത്ര? ഇവിടെ ക്ലോക്കിൻ്റെ പ്രതിബിംബത്തിൽ കാണുന്ന സമയമാണ് പറഞ്ഞിരിക്കുന്നത്. അത് 9:10 ആണ്. 9:10. അപ്പോൾ ക്ലോക്കിലെ യഥാർത്ഥ സമയം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ യഥാർത്ഥ സമയം കണ്ടുപിടിക്കുന്നതിന് 12 മണിക്കൂറിൽ നിന്നും ഈ പ്രതിബിംബത്തിലെ സമയം കുറച്ചാൽ മതി. അവർക്ക് യഥാർത്ഥ സമയം കാണുന്നതിന് 12 മണിക്കൂറിൽ നിന്നും പ്രതിബിംബത്തിലെ സമയം കുറയ്ക്കുക. അപ്പോൾ ഇവിടെ മണിക്കൂറും മിനിറ്റുമായിട്ടാണ് സമയം നൽകിയിരിക്കുന്നത്. അപ്പോൾ കുറയ്ക്കുന്നതിനുള്ള സൗകര്യത്തിനായിട്ട് 12 മണിക്കൂറിനെ നമുക്ക് 11 മണിക്കൂർ 60 മിനിറ്റ് എന്ന് എഴുതാം. എന്നിട്ട് കുറയ്ക്കാം. അപ്പോൾ 11:60 നിന്നും 9:10 കുറയ്ക്കണം. 60 നിന്ന് 10 കുറച്ചാൽ 50, 11 നിന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ 2. അപ്പോൾ 2 മണി 50 മിനിറ്റാണ് യഥാർത്ഥ സമയം. ശരി ഉത്തരം ഓപ്ഷൻ ബി. എക്സിൻ്റെ 90% വൈ, വൈയുടെ 80% ഇസഡ് എങ്കിൽ എക്സിൻ്റെ എത്ര ശതമാനമാണ് ഇസഡ്? ഇവിടെ എക്സിൻ്റെ 90% വൈയും തന്നിട്ടുണ്ട്.
അപ്പോൾ എക്സിൻ്റെ 90% കാണുന്നത് നമ്മൾ എങ്ങനെയാണ് എക്സ് ഗുണം 100ൽ 90 അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം വൈ സമം എക്സിൻ്റെ 90%ആണ് വൈ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം വൈ സമം എക്സ് ഗുണം 100ൽ 90 എന്ന് എഴുതാം. അതുപോലെ വൈയുടെ 80% ഇസഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇങ്ങനെ എഴുതാം ഇസഡ് സമം വൈ ഗുണം വൈയുടെ 80% കാണാൻ വൈ ഗുണം 100ൽ 80 കാണുക, വൈ ഗുണം 100ൽ 80. ഇവിടെ ഈ വൈക്ക് പകരം നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന വൈ സമം എക്സ് ഗുണം 100ൽ 90 ഉണ്ട്. അപ്പോൾ ഈ വൈക്ക് പകരം എക്സ് ഗുണം 100ൽ 90 നമുക്കിവിടെ കൊടുക്കാം. ഓർക്കുക, ഇവിടുത്തെ വൈക്ക് പകരം എക്സ് ഗുണം 100ൽ 90 കൊടുക്കുക. അപ്പോൾ ഇതെന്ത് വരും? എക്സ് ഗുണം 100ൽ 90 ഗുണം ഈ 100ൽ 80. ഇനി എക്സിൻ്റെ എത്ര ശതമാനമാണ് ഇസഡ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഉത്തരം ഇങ്ങനെ വരണം, എക്സ് ഗുണം 100ൽ ഒരു സംഖ്യ എന്നുള്ള രൂപത്തിൽ ഈ ഉത്തരം എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരു 100ൻ്റെ മാത്രം പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ 2 പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്തു, ഈ 90ൻ്റെ ഒരു പൂജ്യവും ഈ 100ൻ്റെ അടുത്ത പൂജ്യവും ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഒരു 100 ഇവിടെ നിന്ന് ഇല്ലാതായി. ഇനി 9 ഗുണം 8 നമുക്ക് ഗുണിക്കാമല്ലോ. 9 ഗുണം 8 72. അപ്പോൾ ഇത് എക്സ് ഗുണം 100ൽ 72 എന്ന് വരും. ഓർക്കുക, എക്സ് ഗുണം 100ൽ 72 ഈ ക്രിയ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? എക്സിൻ്റെ 72% കാണാനായിട്ട് ഉപയോഗിക്കുന്ന ക്രിയയാണ്. അതായത് ഇസഡ് സമം എക്സ് ഗുണം 100ൽ 72 എന്ന് വന്നു. അതായത് ഇസഡ് എന്ന് പറയുന്നത് എക്സിൻ്റെ 72%. അപ്പോൾ ശരി ഉത്തരം 72%. ശരി, ഓപ്ഷൻ എ. 2014 ജനുവരി 1 ബുധനാഴ്ച ആണ് എങ്കിൽ 2014 മെയ് 1 ഏത് ദിവസമാണ്? ഇവിടെ 2014 ജനുവരി 1 ബുധനാഴ്ചയാണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് 2014 മെയ് 1 ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 2014 ജനുവരി 1 ശേഷം എത്രാമത്തെ ദിവസമാണ് 2014 മെയ് 1 എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിനായിട്ട് ഓർക്കുക, ജനുവരി 1 ശേഷം 30 ദിവസങ്ങളുണ്ടാവും. 31 വരെ 30 ദിവസങ്ങൾ. ഫെബ്രുവരി 2014 അതിവർഷമല്ല, അതുകൊണ്ട് ഫെബ്രുവരിയിൽ 28 ദിവസങ്ങളേ ഉണ്ടാവുള്ളൂ. മാർച്ചിൽ 31 ദിവസങ്ങളുണ്ടാവും. ഏപ്രിലിൽ 30 ദിവസം ഉണ്ടാവും. ഇനി മെയ് മാസം 1-ാം തീയതി വരെയുള്ള ദിവസങ്ങളുടെ കണക്കെടുക്കണം. അപ്പോൾ മെയ്യിലെ ഒരു ദിവസം കൂടെ കൂട്ടുക. ഇനി ഈ ദിവസങ്ങളുടെ എണ്ണം എല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോൾ 120 എന്ന് കിട്ടും. അപ്പോൾ ജനുവരി 1 ശേഷം 120ാമത്തെ ദിവസമാണ് മെയ് 1. ഈ 120നെ 7 കൊണ്ട് ഹരിക്കുക. 120നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 12ൽ ഒരു തവണ 7 കുറയ്ക്കുമ്പോൾ 5 0 50. 50ൽ 7 തവണ 7 49. വീണ്ടും കുറയ്ക്കുമ്പോൾ 1 ശിഷ്ടം കിട്ടും. ഈ ശിഷ്ടമാണ് നമുക്ക് വേണ്ടത്. ശിഷ്ടം 1 വന്നതുകൊണ്ട് ഇവിടെ ബുധനാഴ്ചയോടുകൂടി ഒരു ദിവസം ചേർക്കുക. ശിഷ്ടം 1 വന്നതുകൊണ്ട് ബുധനാഴ്ചയോടുകൂടി ഒരു ദിവസം ചേർത്താൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ബുധനാഴ്ചയോടുകൂടി ഒരു ദിവസം ചേർത്താൽ വ്യാഴാഴ്ച. അപ്പോൾ 2014 മെയ് 1 വ്യാഴാഴ്ചയായിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ സി.